നമസ്കാരം. ഭാരത് വിഷൻ മീഡിയയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം യുക്തിവാദവും ദൈവവിശ്വാസവും. ദൈവവിശ്വാസം ഉള്ളവരാണ് രാജ്യത്ത് അധികമുള്ളത്. മുമ്പ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. യുക്തിവാദം പറയുന്നത്, അതിൽ ചില ആളുകൾ പറയുന്നത് ദൈവവിശ്വാസം, മതങ്ങൾ ഒരു ചിപ്പാണെന്നാണ്. ഞാൻ പറയുന്നത് ചിപ്പല്ല. ചിപ്പ് മനുഷ്യൻ്റെ തലച്ചോറാണ്. അതാണ് ഓരോ മനുഷ്യനെയും നിയന്ത്രിക്കുന്നത്, അല്ലാതെ ചിപ്പല്ല. ചിപ്പ് മനുഷ്യൻ്റെ തലച്ചോറ് മാത്രമാണ്. ഈ ലോകത്ത് മതങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമായിരുന്നു. ചെറിയ ഒരു കാരണം ഇപ്പോഴത്തെ സംഭവിച്ചത്, ചെറിയൊരു കമ്മലിന് വേണ്ടിയിട്ട് ഒരു അമ്മയെ ഒരു യുവാവ് കൊല്ലുകയുണ്ടായി. മയക്കുമരുന്നും മദ്യത്തിനും വേണ്ടി സ്വന്തം മാതാപിതാക്കളെ ചവിട്ടിക്കൂട്ടുന്ന മക്കൾ. ഇതൊന്നും മതത്തിൽ നിന്നുണ്ടാവുന്നതല്ല, ഇതെല്ലാം മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നുണ്ടാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മതം, ദൈവവിശ്വാസം ചിപ്പല്ല, ചിപ്പ് തലച്ചോറാണ്. യുക്തിവാദികളും ദൈവവിശ്വാസികളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മതമില്ലായിരുന്നെങ്കിലും ദൈവമില്ലായിരുന്നെങ്കിലും ഇപ്പം നടക്കുന്ന യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വീരവാദങ്ങളും ഓരോ മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും എല്ലാം നടത്തുന്നത് വീഡിയോയിൽ, യൂട്യൂബിൽ വരുമാന മാർഗത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും എല്ലാവരും അത് ദൈവവിശ്വാസത്തെയും മതത്തെയും വെറുപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്കങ്ങനെ വിഷമം തോന്നാറില്ല. കാരണം അവർ യുദ്ധം ചെയ്യുന്നത് ദൈവത്തോടാണ്. ദൈവം അവരുടെ കാര്യത്തിൽ ജാഗൃതരാണ്. ഒരിക്കലും ദൈവം വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ച് കാണാറില്ല. കാരണം ഓരോരുത്തർ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതാണ് ദൈവികത എന്ന് പറയുന്നത്. അല്ലാതെ തെറ്റ് ചെയ്യുന്നവൻ അപ്പം തന്നെ ശിക്ഷിക്കുക, അവൻ ദൈവത്തെ കുറ്റം പറഞ്ഞ് അവനക്കൊന്നും സംഭവിക്കുന്നില്ല, അതല്ല അതിൻ്റെ ശരി. അതിനുള്ള മറുപടികൾ പിന്നീട് ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് കാണാൻ കഴിയില്ല. അത് ചെയ്യുന്നവർ തമ്മിൽ തന്നെ അത് അനുഭവിക്കുന്നതാണ്. അത് നമ്മൾക്ക് കാണാൻ ചിലതൊക്കെ നമ്മളെ കണ്ണിൽ തന്നെ കാണിച്ചു തരുന്നതാണ്, ചിലത് സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ജീവിതത്തിൽ എല്ലാവരും കാണിച്ചു കൂട്ടുന്ന ഇപ്പോഴത്തെ ഈ വിദ്വേഷ പ്രസംഗങ്ങളും എല്ലാം തന്നെ അവരറിയുന്നില്ല ദൈവത്തോടാണ് അവർ യുദ്ധം ചെയ്യുന്നതെന്ന്. തീർച്ചയായിട്ടും ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് എല്ലാം അറിയുന്നതാണ് ദൈവം. അതേപോലെ തന്നെയാണ് ഇവിടെ എത്രയോ തരം മതങ്ങളുണ്ടോ, ഈ മതങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഒരു മതത്തെയും ദൈവം വെറുക്കുന്നില്ല. എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാകുന്നു. ഒരു മതത്തെയും വെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ മതങ്ങളും രാജ്യത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ഒരു നന്മക്കൂട്ടാണ്. അതിൽ അവർ തെറ്റുകൾ ചെയ്യുന്നവർ, ആ മതത്തിന് അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ആ ദൈവവിശ്വാസികളുമായി യാതൊരു വിശ്വാസവുമില്ല. അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ തന്നെ അനുഭവിക്കേണ്ടതാകുന്നു. നമ്മൾ ഈ ലോകത്ത് കണ്ടുവരുന്ന ഈ അപകടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിൻ്റെന്നുള്ളതാണ്. എങ്കിലും എന്തുകൊണ്ട് ദൈവം അതിൽ നിന്ന് രക്ഷിക്കുന്നില്ല എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിനൊന്നും ദൈവത്തിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടില്ല. കാരണം ദൈവം ശക്തനാണ്. ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാ കഴിവുകളും മനുഷ്യന് നൽകിയത് ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടോ എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. ഒന്നും മനുഷ്യൻ കൊണ്ടുവന്നതല്ല. ഈ ഭൂമിയിൽ എല്ലാം നിക്ഷേപിച്ചതാണ്. ഒന്നും തന്നെ നമ്മൾ കൊണ്ടുവന്നതല്ല. ഓരോന്നായി നമ്മൾ നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത്. പവിഴവും മുത്തും രത്നങ്ങളും മനുഷ്യന് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ വിഭാവനം ചെയ്തിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ ശാസ്ത്രം, നിങ്ങൾ പറയുന്ന പോലെ ശാസ്ത്രം പുരോഗമിക്കുന്നു. ശാസ്ത്രം ആകെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൂ. ശാസ്ത്രം ഇനിയും മുന്നോട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവർ തീർച്ചയായിട്ടും ദൈവത്തെ കണ്ടെത്തും.
ദൈവത്തിൻ്റെ വഴിയിലൂടെ ശാസ്ത്രത്തിന് സഞ്ചരിക്കാതിരിക്കാനാവില്ല. കാരണം ദൈവം വിഭാവനം ചെയ്തതാണ് ഈ ഭൂമി, ഈ പ്രപഞ്ചം മുഴുവനും. അപ്പോൾ ഈ പ്രപഞ്ചം മനുഷ്യനെ കീഴടക്കിക്കൊള്ളുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഭൂമിയിൽ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ലഹളകളും ബുദ്ധിമുട്ടുകളും നടക്കുമ്പോൾ പറയും അത് ഇന്ന മതക്കാരൻ ചെയ്തു, ആ മതക്കാരൻ ചെയ്തു. പക്ഷേ മതമില്ലാതെ തന്നെ ഇവിടെ എത്രായിരം ലക്ഷങ്ങൾ ആളുകൾ മരിച്ചിട്ടുണ്ട്, എത്രായിരം ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. ഹീരോഷിമയിലും നാഗസാക്കിയിലും, അമേരിക്കയിൽ അടിമ വിമോചനത്തിന് വേണ്ടി നിയമം പാസ്സാക്കിയപ്പോൾ 10-15 ലക്ഷം ആളുകളാണ് അവിടെ മരിച്ചത്. ഇതൊന്നും മതത്തിൽ നിന്നുണ്ടാവുന്നതല്ല. മതത്തിനില്ലാതെ തന്നെ പല ലഹളകളിലും ഇവിടെ ജനങ്ങൾ മരിക്കുന്നുണ്ട്. അത് ദൈവത്തിൽ നിന്നുണ്ടാവുന്നതല്ല, ഈ ദൈവവിശ്വാസി ആയതുകൊണ്ടല്ല, മതവിശ്വാസി ആയതുകൊണ്ടല്ല. അത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഓരോ കർമ്മങ്ങൾ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അത് ലാസ്റ്റ് മതങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മതങ്ങളെ കൂട്ടുപിടിച്ച് ലാഭം കൊയ്യുന്നത് ഒട്ടും ശരി തന്നെയല്ല. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക, വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി രാജ്യത്തെ താറുമാറാക്കാതിരിക്കുക, രാജ്യത്ത് പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ